നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഈ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമോ ഇല്ലയോ എന്നറിയുവാൻ പലപ്പോഴും പലർക്കും സാധിക്കണം എന്നില്ല. അതിനാൽ തന്നെ പലവിധ ചിന്തകൾ പലരുടെയും മനസ്സിലേക്ക് കടന്നു വരാം. എന്നാൽ ഈ വീഡിയോയിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനാൽ ഏവരും ചെയ്യേണ്ടത് ആദ്യം മനസ്സിലേക്ക് ഒരു ആഗ്രഹം കൊണ്ടുവരിക എന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതായ, ഉടനെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നതായ ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇഷ്ടദേവതയോടും കുടുംബദേവതയോടും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ആഗ്രഹം നടക്കണം. അത്രമേൽ അനിവാര്യമായ ഒരു ആഗ്രഹമാണ്. അതിനാൽ തീർച്ചയായും നടത്തി തരണം. അതിനുവേണ്ട അനുകൂലമായ കാര്യങ്ങൾ എന്നിലേക്ക് വന്ന് ചേരണം എന്ന് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. ശേഷം ഈ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേതായ ചിത്രം മയിൽപ്പീലിയാണ്, രണ്ടാമത്തേതായ ചിത്രം ഓടക്കുഴലാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദേവതയെ, അതായത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ദേവതയെയോ വന്ദിച്ച് ഏവരും ഈ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇഷ്ടദേവത നൽകുന്നതായ സന്ദേശമായി തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതുമാണ്. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം രേഖപ്പെടുത്തുന്ന 300 പേരെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒരു കുടുംബത്തിൽ നിന്നും ഒരു അംഗത്തിന്റെ പേര് രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വപ്നമായി നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നതായ ഒരു കാര്യം, അത് യാഥാർത്ഥ്യത്തിലേക്ക് പലപ്പോഴും വന്നിരുന്നില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും അത് നിങ്ങളിൽ നിന്നും തട്ടിത്തെറിച്ചു പോകുന്നതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ നിങ്ങളുടെ ആ മാജിക്കൽ ടൈം, അതായത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ആ കാര്യങ്ങൾ നടക്കുവാനുള്ള ദൈവം നിശ്ചയിച്ചിട്ടുള്ളതായ സമയം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളിലും പ്രതീക്ഷയ്ക്ക് വിപരീതമായി കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നു. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. അത് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്ന് തന്നെ പരാമർശിക്കാം. നല്ലൊരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവി നിങ്ങൾക്ക് നൽകുന്നതായ ഒരു ആഗ്രഹമാണ് അത് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനായി പോകുന്നു എന്നാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ഇഷ്ടദേവത, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകാനായി പോകുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. പുതിയ ചില അവസരങ്ങളാണ് നിങ്ങളിലേക്ക് കടന്നു വരിക. അതായത് ആഗ്രഹം നടക്കുവാനുള്ള ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാകുന്നു. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. അതിനാൽ നിങ്ങൾ ഒരിക്കലും മുഖം തിരിച്ച് നിൽക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മുഖം തിരിച്ച് നിൽക്കുന്നതിലൂടെ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുവാൻ അത് കാരണമായി തീരും. അതിനാൽ തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. ചിലർ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കി എന്ന് വരാം. പിന്നീട് ചെയ്യാം, ഇപ്പോൾ വേണ്ട എന്ന രീതിയിൽ പലരും സംസാരിച്ചു എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. തടസ്സങ്ങൾ നീങ്ങുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി തീരും. തടസ്സങ്ങൾ നീങ്ങുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾ അകപ്പെട്ട് നിൽക്കുന്നതായി കാണുന്നു. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾ അകപ്പെട്ടതാണ് എന്നതാണ് വാസ്തവം. അതായത് നടക്കേണ്ടതായ സാഹചര്യത്തിൽ പലപ്പോഴും വന്നു ചേർന്നിരിക്കുന്നതായ അവസരങ്ങളാൽ അത് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കാതെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ.
അത്തരമൊരു സാഹചര്യം ഇവിടെ സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു സന്ദേശം ഇഷ്ടദേവത നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നതാണ്. അത്തരമൊരു സാഹചര്യം നിങ്ങളിൽ രൂപപ്പെട്ടു എന്ന് വരാം. ഒരുപാട് വിഷമിക്കുന്ന, അതായത് മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും അല്ലെങ്കിൽ വളരെ അനിവാര്യമായതും മുന്നോട്ട് പോകുവാൻ ഏറ്റവും അനിവാര്യമായ ചില കാര്യങ്ങൾ നടക്കാത്തതിലുള്ള വിഷമം നിങ്ങൾക്കുണ്ട്, നിങ്ങളിൽ പലരിലുമുണ്ട് എന്ന് കാണുവാൻ ഇവിടെ സാധിക്കുന്നതാണ്. നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു ആ കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ, അല്ലെങ്കിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ നിങ്ങൾ അല്പമൊന്ന് ക്ഷമിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കാരണം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഉതകുന്നതായ കാര്യങ്ങളാകാം ഇത്. അതിനാൽ ക്ഷമയോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ പല കാര്യങ്ങളെയും നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും എന്നാണ് കാണുന്നത്. ഈ കാര്യത്തിനായി പലരുടെയും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാനായി പോകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. ഇത്തരം കാര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കൺഫ്യൂഷനായി നിൽക്കുന്ന ചില വ്യക്തികളെയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു. അത്തരത്തിലുള്ള കൺഫ്യൂഷനുകൾ നിങ്ങളിൽ നിന്നും ഒഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അതിനാൽ അത്തരത്തിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. നെഗറ്റീവായ പല കാര്യങ്ങളും നിങ്ങളിലുണ്ട്, അതായത് പലവിധ ചിന്തകളും ചിലരുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വിഷമങ്ങളുണ്ട്. അത് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് എതിർ നിൽക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ അത് നിങ്ങൾക്ക് ഇഷ്ടദേവത അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളിൽ നിന്നും അകറ്റും. അതായത് നെഗറ്റീവായ ചിന്തകൾ നിങ്ങളിൽ നിന്നും അകലുകയും പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് 10 മടങ്ങായി വർദ്ധിക്കുകയും ചെയ്യും. അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. കാരണം ഇഷ്ടദേവത അല്ലെങ്കിൽ കുടുംബദേവത നിങ്ങൾക്ക് ആ ആഗ്രഹം നടത്തി തരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നിങ്ങളിൽ നിന്നും അകലുന്നതായി കാണുന്നു. അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ ആഗ്രഹം നടക്കുവാനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലം തന്നെയാണ്. ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. ഓടക്കുഴലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളിലേക്ക് പല കാര്യങ്ങളും അനുകൂലമായി കടന്ന് വരുന്നു, അതിന് സമയമായി എന്നാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതും വിജയം നൽകുന്നതുമായ ആ ആഗ്രഹം, ആ കാര്യം പലപ്പോഴും തിരിച്ചടികൾ കൊണ്ടും നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ചുറ്റും ശത്രുക്കളുണ്ട് എന്നത് വാസ്തവമാണ്. അതിനാൽ പലപ്പോഴും പല ആഗ്രഹം നടക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിൽ നിന്നും മാറ്റങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാകുന്നു. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാഹചര്യങ്ങൾ അനുകൂലമാകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. എത്ര തന്നെ വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതും നിങ്ങളെ വളരെയധികം വിഷമത്തിലേക്ക് തള്ളിവിടുന്നതായ ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ അതിൽ മാറ്റങ്ങൾ കടന്നു വരുന്ന സമയമാകുന്നു. വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാതെ പ്രയാസപ്പെടുന്നതായി കാണുവാൻ സാധിക്കുന്നു. അതിനാൽ നിങ്ങൾ വളരെയധികം ദുഃഖിതരാണ് എന്നും നിങ്ങൾക്ക് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത സ്ഥിതിയും ഉണ്ടായി എന്ന് വരാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ അല്പമൊന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. പലവിധ ചിന്തകളും ടെൻഷനുകളും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളിലേക്ക് സൗഭാഗ്യം തന്നെയാണ് കടന്നു വരിക. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യം നിങ്ങളെ ഇഷ്ടദേവത നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നു എന്നുള്ളതാകുന്നു. ഏറ്റെടുത്തിട്ടുള്ളതായ അല്ലെങ്കിൽ വാക്കുകൊടുത്തിട്ടുള്ളതായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. മികച്ചതായ പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ സാധിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യാം.
നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നതാണ് വാസ്തവം. കാരണം നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന പലരെയും നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ തിരിച്ചറിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് വരാം. പല വ്യക്തികളുടെയും സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല വ്യക്തികളും നിങ്ങളെ തുണയ്ക്കും, അല്ലെങ്കിൽ പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതെന്തോ അത് നേടുവാനുള്ള സഹായം നിങ്ങൾക്ക് നൽകും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാം എന്ന് തന്നെ കാണുവാൻ സാധിക്കുന്നു. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും പല വ്യക്തികളും നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായ സാഹചര്യമുണ്ട്. അതായത് ചില അഭിപ്രായ വ്യത്യാസങ്ങളാലോ മറ്റ് കാരണങ്ങളാലോ നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ പ്രതികൂലമായി തീർന്നു എന്ന് വരാം. ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും തട്ടിത്തെറിച്ച് പോകുന്നതായ സാഹചര്യം പോലുമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാരണം നിങ്ങളിൽ ഈശ്വരാധീനമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അത് മാത്രമാണ് നിങ്ങളെ പിടിച്ചു നിർത്തിയത് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. സന്തോഷകരമായ നിമിഷങ്ങളിലേക്കും ധനപരമായ നേട്ടങ്ങളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ കാര്യങ്ങളിലേക്കോ നിങ്ങളെ നയിക്കും എന്ന് തന്നെ പരാമർശിക്കാം. സ്വർഗതുല്യമായ ഒരു ജീവിതം നയിക്കുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളെ കുറിച്ചും മുൻകൂട്ടി കണ്ട് അത് മനസ്സിലാക്കുവാനുള്ള അവസരങ്ങളും ഇഷ്ടദേവത അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ദേവത നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കും എന്നും കാണുവാൻ സാധിക്കുന്നു. ധാരാളം ശത്രുക്കൾ നിങ്ങൾക്കുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഒഴിയാൻ അല്ലെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിയുവാൻ നിങ്ങൾക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല. തിരിച്ചടികൾ അതിനാൽ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും വ്യക്തത പല കാര്യങ്ങളിലുമില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ പലപ്പോഴും തിരിച്ചടികൾ സംഭവിച്ചതിന് ശേഷമാണ് അതേക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ കടന്നു വരും. ആഗ്രഹിക്കുന്നതായ കാര്യം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമായ ചിന്തകൾ നിങ്ങളിലേക്ക് കടന്നു വരും. അസൂയ പലർക്കും ഉള്ളതിനാൽ പല പ്രവർത്തനങ്ങളും നിങ്ങൾക്കെതിരെ സംഭവിക്കുന്നു എന്നതും വാസ്തവമാണ്. അത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. ദൃഷ്ടിദോഷം, കണ്ണീർ ദോഷം പോലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട്. അത്തരം അവസ്ഥകൾ നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചതുപോലും നിങ്ങളിൽ ഇഷ്ടദേവത അല്ലെങ്കിൽ കുടുംബദേവതയുടെ അനുഗ്രഹം ഉള്ളതിനാലാണ് എന്ന് കൂടി മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ തിരിച്ചടികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആകർഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ ആ ആഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ ഇപ്പോൾ താൽക്കാലികമായി അനുഭവിക്കുന്നതായ ആ വിഷമതകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും.